സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ ഒരു കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത് വരുൺ റൂമിലിരുന്ന് രാധികയെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. രാധിക കൈ ചരട് കെട്ടിയതും പിന്നീട് അവിടെ വെച്ച് പ്രിയങ്കയുടെ ചേച്ചിയാണ് രാധിക എന്ന് തിരിച്ചറിഞ്ഞത്. അതൊക്കെ ഓർത്ത് വരുൺ ആകെ സന്തോഷത്തിൽ നിൽക്കുക. എന്നിട്ട് വരുൺ പറയണേ, എന്താണെങ്കിലും അയാളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയല്ലോ. സ്വന്തം അനിയത്തിക്ക് വേണ്ടി അയാൾ ഇങ്ങനെ ത്യാഗം ചെയ്യുന്നത്. രാധികയെ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ എനിക്ക് വേണം. അവളില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെയൊക്കെ പറഞ്ഞ് വരുൺ ആലോചിച്ച് രാധികയെക്കുറിച്ച് തന്നെ ഓർത്ത് സ്വപ്നലോകത്ത് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കട്ടോ പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വരുണാണെങ്കിൽ കൈ കെട്ടിയ ചരടൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുക. പ്രിയങ്ക ചോദിക്കുക, അതെ, വരുണിൻ്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി ആരാ? അതെനിക്കറിയണം. എന്നാൽ വരുണത് പ്രിയങ്കയോട് പറയാൻ തയ്യാറാവുന്നില്ല കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും വഴക്കിടുവാണ്. ഈ സമയം അതുവഴി പോകുന്ന കൽപ്പന ഇവരുടെ വഴക്കും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നം പുകയുന്നുണ്ടെന്ന് കൽപ്പന മനസ്സിലാക്കുവാണ്. അതിനുശേഷം ദേഷ്യത്തിൽ പ്രിയങ്ക പുറത്തേക്ക് പോകുമ്പോൾ കൽപ്പന പ്രിയങ്കയെ തടഞ്ഞു നിർത്തി ഓരോന്ന് കുത്തിയൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കൽപ്പനയുടെ വായടുപ്പിച്ച് പ്രിയങ്ക അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൽപ്പന ചെറിയച്ഛനോടും ചെറിയമ്മയോടും തൻ്റെ സംശയങ്ങളൊക്കെ പറയുക. വരുണിനും പ്രിയങ്കയ്ക്കിടയിൽ എന്തോ വലിയ പ്രശ്നങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. അവർക്കിടയിലുള്ളത് വെറും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമോ. വീട്ടിലെ അച്ഛനും അമ്മയുടെയും മുത്തശ്ശീൻ്റെ കണ്ണിൽ പൊടിയിടാനായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. വരുണിനെ പ്രിയങ്കയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൻ്റെ മനസ്സിൽ മറ്റേതോ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് വെച്ച് വേണം ആ പ്രിയങ്കയെ നമുക്ക് ഇവിടുന്ന് അടിച്ച് പുറത്താക്കാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സന്തോഷിച്ച് നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന പ്രിയങ്ക ഫോണെടുത്ത് രാധികയെ ഫോണിൽ വിളിക്കുക. വരുണുമായിട്ട് ചേച്ചിക്ക് എന്താ ബന്ധം? എൻ്റെ അടുത്തുനിന്നൊന്നും മറച്ചു വെക്കാമെന്ന് നോക്കണ്ട. അങ്ങനെ പ്രിയങ്കയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ രാധിക വല്ലാതെ അങ്ങ് ഷോക്കായി പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക ഫോണിൽ വരുണിനെ വിളിക്കുന്നതാ. എനിക്ക് വരുണിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അങ്ങനെ രാധിക പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ വരുണിന് ഒത്തിരി സന്തോഷമാവുക. അതിനെന്താ, ഞാൻ ഉടനെ വരാം. ഈ സമയം രാധിക വരണേ, അന്ന് നമ്മൾ കണ്ട അമ്പലക്കുളയില്ലേ, അവിടെ വന്നാൽ മതി, ഞാനവിടെ കാത്തു നിൽക്കാം. ശരി, ഞാൻ ഉടനെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് വരുൺ ഒത്തിരി സന്തോഷത്തോടെ റെഡിയായിട്ട് പുറപ്പെടാൻ തുടങ്ങുമായിരിക്കും കേട്ടോ. അങ്ങനെ വരുൺ ആരെയോ കാണാനായിട്ട് റെഡിയാവുന്നതും ഭയങ്കര സന്തോഷിച്ച് തുള്ളിച്ചാടുന്നതും ഒക്കെ പ്രിയങ്ക നോട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയം പ്രിയങ്ക പറയണേ, എന്താണോ ഇത്ര സന്തോഷം? എന്തോ ഒരു കള്ളത്തരമുണ്ട് വരുണിൻ്റെ പെരുമാറ്റത്തിലൊക്കെ. ആ പെൺകുട്ടി ആരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാനത് കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് പ്രിയങ്കയും വരുണിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് അമ്പലക്കുളത്തിൻ്റെ അവിടെ കാത്തു നിൽക്കുന്ന രാധികനെയാണ് കേട്ടോ. ഈ സമയം വരുൺ അങ്ങോട്ടേക്ക് എത്തുവാണ്. പിന്നാലെ തന്നെ പ്രിയങ്കയും എത്തുന്നുണ്ട്. അങ്ങനെ രാധിക വരുണിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ അങ്ങോട്ടേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയങ്കയെ രാധിക കാണുന്നത്. അന്നേരം രാധിക പറയണേ, അയ്യോ പ്രിയങ്ക വന്നിരിക്കുന്നു. ഈ സമയം തിരിഞ്ഞു നോക്കുന്ന വരുണും പ്രിയങ്കയെ കാണുവാണ്. അങ്ങനെ രാധിക വരുണിനെയും കുട്ടി വേഗം തന്നെ അവിടെ നിന്ന് മാറിക്കളയുവാണ് കേട്ടോ. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാത്രി അമ്പലത്തിൻ്റെ പരിസരത്താണ്. അവിടെ ഇപ്പോൾ വേറെ ആൾക്കാരൊന്നുമില്ല, വരുണിൻ്റെ രാധികയെ മാത്രമാണ്. പ്രിയങ്കയുടെ കണ്ണിൽ നിന്ന് ഒളിച്ച് കുറേ നേരം അവരവിടെ എവിടെയൊക്കെയോ മറഞ്ഞു നിൽക്കുമായിരുന്നെന്ന് തോന്നുന്നു. അതിനുശേഷം വരുൺ മനസ്സിൽ പറയുക, ഇത് തന്നെയാണ് പറ്റിയ സമയം. അവളെ നെഞ്ചോട് ചേർത്ത് എനിക്ക് പറയണം എൻ്റെ ഈ ജന്മം മുഴുവൻ അവൾക്കുള്ളതാണെന്ന്. അങ്ങനെ വരുണും രാധികയും കാറിൻ്റെ അവിടെ നിൽക്കുമായിരിക്കും. ഈ സമയം വരുൺ രാധികയുടെ കൈ ചേർത്ത് പിടിച്ച് രാധികയെ നെഞ്ചോട് ചേർക്കുവാണ് കേട്ടോ. എന്നിട്ട് രാധികയുടെ കവിളിൽ ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുവാണ്. ഈ സമയം രാധിക ഒരു നിമിഷം സ്വയം മറന്ന് വരുണിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരിക്കും. അന്നേരം ഒരിക്കും യശോദ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ യശോദ ഈ കാഴ്ച കണ്ട് ആകെ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ആ സമയം വരുൺ പറയുന്നതെല്ലാം കേട്ടിട്ട് മറുത്തൊന്നും പറയാനാവാതെ എല്ലാം കേട്ടുകൊണ്ട് വരുണിൻ്റെ പ്രണയത്തോടെ നോക്കി നിൽക്കുമായിരിക്കും രാധിക. ഈ കാഴ്ചയെല്ലാം കണ്ട് യശോദ ആകെ ഞെട്ടിപ്പോകുവാണ്. അങ്ങനെ വരുൺ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ രാധിക തന്നെയായിരുന്നെന്ന് ഇപ്പോഴും വരുണിൻ്റെ മനസ്സിൽ രാധിക മാത്രമുള്ള നോക്കി യശോദ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുമെന്ന് വരാനിരിക്കുന്ന എപ്പിസോഡിലൂടെ തന്നെ കണ്ടറിയാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്